ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യത്താൽ വലഞ്ഞിരിക്കുകയാണ് കാസർഗോഡ് ബേക്കലിലെ മൗവൽ നിവാസികൾ. ഒച്ചിനെ നശിപ്പിക്കാനായി വീടിനകത്തും പുറത്തും ഉപ്പ് കയ്യിൽ കരുതേണ്ട അവസ്ഥയാണ്. വിളകൾ നശിച്ചതോടെ കർഷകരും പ്രതിസന്ധിയിലായി. മഞ്ഞും വെയിലും ഇടകലർന്ന കാലാവസ്ഥയിലും പ്രദേശത്ത് ഒച്ചിന്റെ ശല്യത്തിന് ഒരു കുറവുമില്ല. തെങ്ങും കമുകും എന്നുവേണ്ട കൃഷിയിടങ്ങളിൽ മുഴുവൻ നാശം വിതച്ച് കർഷകർക്ക് ദുരിതവും കണ്ണീരും വിതയ്ക്കുകയാണ് ഒച്ചുകളുടെ കൂട്ടം. ഉപ്പ് ഉപയോഗിച്ചാണ് കർഷകർ പലപ്പോഴും ഒച്ചിനെ തുരുത്താറ്. ഭയങ്കര രൂക്ഷമാണ് ഇവിടെ മഴക്കാലവും രാത്രി ആയെങ്കിൽ വാതിലൂടെ അടുക്കളയിൽ വരും. ഇതിന്റെ റോഡിലെല്ലാം വീണിട്ട് ഇതിന്റെ നാറ്റം കൊണ്ട് സഹിക്കാൻ പറ്റില്ല. ഇപ്പൊ അതിരൂക്ഷമായിട്ടുണ്ട്. അപ്പൊ പഞ്ചായത്തിൽ ആരോഗ്യ വകുപ്പിൽ അറിയിക്കുമ്പോൾ അവർ പറയുന്നത് ഉപ്പിട്ടിട്ട് നശിപ്പിക്കാന്ന്, വേറെ ഇതിന് പ്രത്യേക മരുന്നൊന്നും ഇല്ലാന്ന് പറഞ്ഞു. തീരദേശ മേഖലയിൽ ഒച്ചിന്റെ ശല്യം നാളികേര കർഷകരിലും ആശങ്ക ഉയർത്തുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിൽ മാറ്റം വന്നതോടെയാണ് ഒച്ചുകളുടെ ശല്യം വർദ്ധിച്ചത്. ഇത് ഡെയിലി അടിച്ചുവാരലും ഉപ്പിടലും ആണ് ഇതിന് പണി. ഞങ്ങൾക്കിപ്പോൾ പഞ്ചായത്ത് നോക്കുന്നില്ല, ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് ഒരു ഇതുമില്ല. ഇവ ഏകദേശം ഈ റോഡിലേക്ക് കൂടി നടക്കാൻ പറ്റുന്നില്ല. രാവിലെ ഞാൻ പള്ളിക്ക് പോകുന്ന സമയത്തുണ്ടല്ല, നല്ല മഴക്കാലമെങ്കിൽ എത്രയോ അച്ചളി ഈ അച്ചളി വണ്ടി കയറിയിട്ട് പൊട്ടിട്ട് തെറിച്ചു പോകാനായിട്ട് റോഡ് വിട്ടിട്ടാണ് ഞങ്ങൾ നടക്കല്. ഒച്ച വീടുകളുടെ ചുമരുകളിലും അതുവഴി വീട്ടിനകത്തും കടന്നെത്തുന്നു. ദേഹത്ത് തട്ടിയാൽ ചൊറിച്ചിലെടുക്കുന്ന അവസ്ഥ വരെയുണ്ട്. അച്ചളിന്റെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെ കിച്ചൺ ഭാഗത്ത് തെങ്ങിന്ന് നമ്മളെ വീടിന്റെ ഉള്ളിലേക്ക് സീറ്റോടിലേക്കാണ് വരുന്നത്. നനക്കുന്നിടത്തും പിന്നെ നനക്കുന്നിടത്ത് പപ്പങ്കായി ഒരു തിരിവെച്ചേക്കുന്നില്ല, വായന്റെ തിരിവെച്ചേക്കുന്നില്ല. കുട്ടികളെ സ്കൂളിൽ ബസ് കയറ്റുമ്പോൾ ഡ്രൈവർമാർ പറയുന്നത് എന്ത് വിഷമാണ് ഇത്, ഒരു മുട്ടയിട്ടാൽ 2000 ഇത് ഉൽപാദനം ഉണ്ടാവും എന്നുള്ള പറയുന്നത്. അതിന്റെ ഉള്ളിലേക്ക് തന്നെ വരുന്നത് പൊട്ടിപ്പൊടിച്ച് നിൽക്കുന്നു. മറ്റു കീടങ്ങളുടെ ശല്യത്തിന് പുറമെയാണ് ഒച്ചിന്റെ ദുരിതവും കൂടി അനുഭവിക്കേണ്ടി വരുന്നത്. ന്യൂസ് മലയാളം, കാസർഗോഡ്.